ഹായ് ഹലോ 2D ജോമെട്രിയുടെ 4ാമത്തെ പാർട്ട് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഓക്കെ, അപ്പം മുൻവർഷ ചോദ്യങ്ങളിലൂടെയുള്ള നമ്മുടെ പഠനം ഇന്ന് 4ാമത്തെ വീഡിയോയിൽ എത്തിച്ചേർന്നിരിക്കുന്നു അല്ലേ. 3 വീഡിയോകൾ കാണാത്തവർ കണ്ടോളുക, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. ഓരോ ചോദ്യങ്ങൾ പറയുന്നതിനോടൊപ്പം ആ ചോദ്യം ചെയ്യുന്നതിനാവശ്യമായ തിയറിയും കൂടെ പറഞ്ഞാണ് ഞാൻ പോകുന്നത്. ജോമെട്രി കുറച്ച് വലിയൊരു ചാപ്റ്റർ ആയതുകൊണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസിലൂടെ ഈ ജോമെട്രി പഠിക്കാം എന്ന് വിചാരിക്കുന്നു. അപ്പം ഓരോ ചോദ്യങ്ങൾക്ക് ആവശ്യമായ തിയറി ഞാൻ പറയുമ്പോൾ വൃത്തിയായിട്ട് എഴുതി വെക്കാനും അത് റിവിഷൻ ചെയ്യാനും പഠിക്കാനും മറക്കരുത്. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം മക്കളെ. മൂന്നും 6 ചോദ്യങ്ങൾ ഇന്ന് പരിചയപ്പെടുന്നു. ഇന്നത്തെ ചോദ്യങ്ങളെല്ലാം കുറച്ച് നല്ല ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ വെറൈറ്റി ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അറിയാവുന്നവർ വീഡിയോ പോസ് ചെയ്ത് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഉത്തരം കിട്ടുന്നില്ല എങ്കിൽ എക്സ്പ്ലനേഷൻസ് കാണുക. അറിയാത്ത കുട്ടികൾ വൃത്തിയായിട്ട് ചോദ്യം കണ്ട് പഠിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കണം കേട്ടോ. ഇന്നത്തെ ഓരോ ചോദ്യങ്ങളായിട്ട് നമുക്ക് പരിചയപ്പെടാം. ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. നല്ല അടിപൊളി ഒരു ചോദ്യമാണ്. ചോദ്യം ഇതാണ്: ഒരു ത്രികോണത്തിന്റെ 2 വശങ്ങൾ അവർ തന്നിട്ടുണ്ട്. ഒരു ത്രികോണത്തിന്റെ 2 വശങ്ങൾ ഏതൊക്കെയാണെന്ന് മക്കളെ പറഞ്ഞേക്കുന്നേ. ഒരെണ്ണം 5 സെന്റിമീറ്റർ, ഒരെണ്ണം 7 സെന്റിമീറ്റർ. ഓക്കെ, മൂന്നാമത്തെ വശം എക്സ് ആണ് എങ്കിൽ ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് ഏതെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഒരു ത്രികോണത്തിന്റെ 3 വശങ്ങളിൽ ഒരെണ്ണം 5ഉം ഒരെണ്ണം 7ഉമാണ്. മൂന്നാമത്തെ വശം എക്സ് ആണ് എങ്കിൽ ഈ എക്സിന്റെ പ്രത്യേകത എന്താണെന്നാണ് ആക്ച്വലി ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഈ എക്സിന്റെ പ്രത്യേകത? 4 ഓപ്ഷനിൽ എക്സിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. മക്കളെ, ഇത് ചെയ്യാനേ ആദ്യം ഒരു നോട്ട് പഠിക്കണം. എന്നാൽ നോട്ട്ബുക്കിന്റെ സൈഡിലേക്ക് എഴുതിക്കോ. നോട്ട് ഇതാണ്: ഒരു ത്രികോണത്തിന്റെ ഓരോ വശവും മറ്റ് 2 വശങ്ങളുടെ വ്യത്യാസത്തെക്കാൾ കൂടുതലും തുകയേക്കാൾ കുറവുമായിരിക്കും. നല്ലൊരു ചോദ്യമാണ്. ഒരു ത്രികോണത്തിന്റെ ഓരോ വശവും എങ്ങനെയായിരിക്കും? മറ്റ് 2 വശങ്ങളുടെ വ്യത്യാസം ഇല്ലേ, അതിനേക്കാൾ കൂടുതലായിരിക്കും. എന്നാൽ മറ്റ് 2 വശങ്ങളുടെ തുകയേക്കാൾ കുറവുമായിരിക്കും. ഇതാണ് എഴുതി വെക്കേണ്ട നോട്ട്. ഒരു ത്രികോണത്തിന്റെ ഓരോ വശവും മറ്റ് 2 വശങ്ങളുടെ വ്യത്യാസത്തെക്കാൾ കൂടുതലും തുകയേക്കാൾ കുറവുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ മൂന്നാമത്തെ വശമായ എക്സ് എങ്ങനെയായിരിക്കും? എക്സ് എന്ന് പറഞ്ഞാൽ മറ്റ് 2 വശങ്ങൾ, അതായത് 5ഉം 7ഉം, അവയുടെ വ്യത്യാസത്തെക്കാൾ കൂടുതലായിരിക്കും. 5ന്റെ 7ന്റെ വ്യത്യാസം 2ആ. 2നേക്കാൾ കൂടുതലായിരിക്കും എന്ന് പറഞ്ഞാൽ 3 വരാൻ പറ്റും, 4 വരാൻ പറ്റും, 5 വരാൻ പറ്റും, 6 വരാൻ പറ്റും. ഇതെല്ലാം 2നേക്കാൾ കൂടുതലാണ് ആണല്ലോ. അപ്പൊ ഒരു വശം മറ്റ് 2 വശങ്ങളുടെ വ്യത്യാസത്തെക്കാൾ കൂടുതലായിരിക്കണം, എന്നാൽ തുകയേക്കാൾ കുറവുമായിരിക്കണം. മറ്റ് 2 വശങ്ങൾ 5ഉം 7ഉം അല്ലേ, 5ന്റെ 7ന്റെയും തുക 12 അല്ലേ, 12നേക്കാൾ കുറവുമായിരിക്കണം. എന്ന് പറഞ്ഞാൽ 11 വരെ വരാൻ പറ്റത്തുള്ളൂ എന്നല്ലേ അർത്ഥം. 12നേക്കാൾ കുറവായിരിക്കണം എന്ന് പറഞ്ഞാൽ 11 വരെ വരാം. അപ്പൊ ഈ എക്സിന്റെ വില 3ൽ തുടങ്ങി 11ൽ നിൽക്കും. 3നും 11നും ഇടയ്ക്കുള്ള ഏതും വരാം, അല്ലെങ്കിൽ 3നും 11നും ഇടയ്ക്കല്ല, 3 മുതൽ 11 വരെയുള്ള ഏത് വിലയും ഈ മൂന്നാമത്തെ വശത്തിന് വരുന്നതിന് തെറ്റില്ല എന്നർത്ഥം. അപ്പൊ ഇത് ശരിയാകുന്ന ഓപ്ഷൻ ഡി അല്ലേ മക്കളെ? ഓപ്ഷൻ ഡി പറഞ്ഞേക്കുന്നത് എക്സ് 2നേക്കാൾ കൂടുതലാണെന്നും 12നേക്കാൾ കുറവാണെന്നും. ശരിയല്ലേ? 2നേക്കാൾ കൂടുതലുമാണ്, 12നേക്കാൾ കുറവാണ്. അപ്പൊ 3 മുതൽ 11 വരെ ഏതും വരാം. അപ്പൊ ഇത് പലപ്പോഴായിട്ട് എക്സാമിന് കണ്ടിട്ടുണ്ടേ. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ, ചോദ്യം മനസ്സിലാക്കിക്കോണേ. ഒന്നുകൂടെ പറയാം, എന്താണ് ഈ ചോദ്യം ചെയ്യാൻ ആവശ്യമായ തിയറി? ഒരു ത്രികോണത്തിന്റെ ഓരോ വശവും മറ്റ് 2 വശങ്ങളുടെ വ്യത്യാസത്തെക്കാൾ കൂടുതലായിരിക്കണം, തുകയേക്കാൾ കുറവായിരിക്കണം. ഇവിടെ ഒരു വശം എക്സ്, മറ്റ് 2 വശങ്ങൾ 5ഉം 7ഉം. അപ്പൊ ഈ എക്സ് എന്ന് പറഞ്ഞാൽ 5ന്റെ 7ന്റെ വ്യത്യാസത്തെക്കാൾ കൂടുതലായിരിക്കണം, 5ന്റെ 7ന്റെ തുകയേക്കാൾ കുറവായിരിക്കണം. റെഡി? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒരു ചതുരത്തിന്റെ പരപ്പളവ്. ഓക്കെ, അപ്പൊ നമ്മുടെ ചതുരമാണ് കഥയിലെ താരം. ഒരു ചതുരം, ഈ ചതുരത്തിന്റെ പരപ്പളവ് തന്നിട്ടുണ്ട് മക്കളെ. പരപ്പളവ് എന്ന് പറഞ്ഞാൽ ഏരിയ അല്ലെ, അകത്തെ അളവ്. അത് 3/4 സെന്റിമീറ്റർ സ്ക്വയർ. ചതുരശ്ര സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ സെന്റിമീറ്റർ സ്ക്വയർ എന്നർത്ഥം. ഓക്കെ, ഇനി നമുക്കറിയാം ഇതിന് ലെങ്തും ഉണ്ട് ബ്രെഡ്ത്തും ഉണ്ട് ചതുരത്തിന്, ആണോ? ചതുരത്തിന്റെ വീതി, അതായത് ബ്രെഡ്ത്ത് തന്നിട്ടുണ്ട് 3/8 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ ലെങ്ത്, നീളം എത്ര എന്നാണ് ചോദ്യം. സിമ്പിൾ ചോദ്യമാണ്, ഭിന്നസംഖ്യകളായിട്ട് വാല്യൂസ് തന്നെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു ചതുരത്തിന്റെ നീളവും വീതിയും ഉണ്ട്.
അതിൽ നീളം അറിയില്ല, വീതി അറിയാം. ആ ചതുരത്തിന്റെ പരപ്പളവ് ഏരിയ നമുക്കറിയാം. എങ്കിൽ നീളം കണ്ടുപിടിക്കാനാ ചോദ്യം. നമുക്കറിയാം ഒരു ചതുരത്തിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്നാണ് ഇക്വേഷൻ ആണല്ലോ. ഇവിടെ ഏരിയ 3/4 ആണെന്ന് തന്നിട്ടില്ലേ? ഉണ്ട്. ലെങ്ത് അറിയാവോ? ഇല്ല. ബ്രെഡ്ത്ത് തന്നിട്ടില്ലേ? 3/8 അല്ലേ? അപ്പൊ ഇതിൽ നിന്ന് L കണ്ടുപിടിക്കാമല്ലോ. സോ L ഈസ് ഈക്വൽ ടു, L കണ്ടുപിടിക്കുമ്പം 3/4 അവിടെ കിടപ്പുണ്ട്, അതിന്റെ താഴേക്ക് 3/8 വരും. ആണോ? അങ്ങനെയാണെങ്കിൽ 3/4 ഇൻറ്റു 8/3 എന്ന് വരും. അതിൽ 3യും 3യും വെട്ടിപ്പോകും. ആൻസർ 2 എന്ന് കിട്ടും. 2 സെന്റിമീറ്റർ എന്ന് കിട്ടും നീളം. ഇവിടെ ചെയ്ത സ്റ്റെപ്പ് കൺഫ്യൂഷൻ ഒന്നും വേണ്ട. നമുക്കറിയാം ഇതാണ് ഏരിയ. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് ഏരിയ. ഇത് ലെങ്തും ഇത് ബ്രെഡ്ത്തുമാണ്. ഇനി നമുക്കറിയാം ലെങ്ത് കാണാൻ ഏരിയ ബൈ ബ്രെഡ്ത്ത് ചെയ്താൽ മതി. ഏരിയ 3/4 ബൈ ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഇതാണ്. കാരണം ഈ കിടക്കുന്നത് ഇങ്ങോട്ട് വരുമ്പം ഇതിന്റെ താഴേക്കായി പോകും അല്ലെ. സമത്തിന്റെ ഇപ്പുറത്തേക്ക് വരുമ്പം ഗുണിക്കാൻ കിടന്നത് ഹരിക്കാനായി പോകും. അപ്പൊ 3/4ന്റെ താഴേക്ക് എഴുതി എന്ന് മാത്രമേ ഉള്ളൂ 3/8. ഇനി 2 ഭിന്നസംഖ്യകൾ ഹരിക്കാനുള്ള നിയമം താഴെ കിടക്കുന്നതിനെ തിരിച്ചിട്ട് ഗുണിക്കണം എന്നാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഉത്തരം വരാൻ കാരണം. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മുന്നോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു മുറിയുടെ തറയുടെ നീളവും വീതിയും യഥാക്രമം 7.5 മീറ്ററും 2 മീറ്ററുമാണ്. 1/16 മീറ്റർ സ്ക്വയർ ഉള്ള 40 ടൈൽസ് ഉപയോഗിച്ച് തറ ഭാഗികമായി മൂടി ടൈൽസ് ഉള്ളതും ഇല്ലാത്തതുമായ തറയുടെ അനുപാതം കണ്ടുപിടിക്കണം. ഓക്കെ, നല്ല ചോദ്യമാണ്. സിമ്പിൾ ആണ്, പക്ഷെ അവിടെ തെറ്റാനൊക്കെ സാധ്യതകളുണ്ട്. നമുക്ക് നോക്കാം. ഒരു മുറിയുടെ തറയുടെ കാര്യമാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. ആ മുറിയുടെ അളവുകളൊക്കെ തന്നിട്ടുണ്ട്, നീളവും വീതിയും തന്നിട്ടുണ്ട്. നീളവും വീതിയും 7.5 മീറ്റർ ആണ് മക്കളെ നീളം. ഓക്കെ, വീതി എന്ന് പറഞ്ഞാൽ 2 മീറ്റർ ആണ്. ഇതാണ് മുറിയുടെ നീളവും വീതിയും. അപ്പൊ ആദ്യം തന്നെ നമുക്ക് മുറിയുടെ ഏരിയ അങ്ങ് കണ്ടുപിടിച്ചേക്കാം അല്ലെ. മുറിയുടെ ഏരിയ പരപ്പളവ് എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ. 7.5 ഇൻറ്റു 2 അതായത് 15 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഈ മുറിയുടെ മുഴുവനായിട്ടുള്ള ഏരിയ, അതായത് ഈ ഫുള്ള് ഏരിയ, അകത്തെ പരപ്പളവ് വിസ്തീർണം 15 മീറ്റർ സ്ക്വയർ ആണ്. ഇനി ഈ മുറിയിൽ കുറെ ഭാഗത്ത് ടൈൽ ഇട്ടിട്ടുണ്ട് അല്ലെ. എത്ര അളവുള്ള ടൈലാണെന്ന് അവർ പറഞ്ഞേക്കുന്നത് മക്കളെ? 1/16 മീറ്റർ സ്ക്വയർ വിസ്തീർണമുള്ള 40 ടൈൽ ഇട്ടു എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ നമുക്ക് ടൈൽ ഇട്ട ഭാഗത്തെ ഏരിയ കണ്ടുപിടിച്ചാലോ? ഒരു ടൈലിന്റെ ഏരിയ 1/16 മീറ്റർ സ്ക്വയർ അല്ലേ. അങ്ങനത്തെ 40 ടൈൽ ഇട്ടു എന്നല്ലേ പറഞ്ഞേക്കുന്നേ. അപ്പൊ ടൈൽ ഇട്ട ഭാഗത്തെ ഏരിയ 1/16 മീറ്റർ സ്ക്വയർ ഇൻറ്റു 40 അല്ലേ. ഞാൻ 4 വെച്ച് വെട്ടിക്കളയുവാണ് മക്കളെ. ഇത് 10 തവണ, ഇത് 4 തവണ, 10/4 2.5 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. അപ്പൊ എനിക്ക് മനസ്സിലായി ടൈലുള്ള ഭാഗത്തെ ഏരിയ 40 മീറ്റർ സ്ക്വയർ ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ, ടൈല് മുഴുവൻ തറയുടെ ഏരിയ 15 മീറ്റർ സ്ക്വയർ ആണ്. ടൈലുള്ള ഭാഗത്തെ ഏരിയ 2 മീറ്റർ സ്ക്വയർ ആണ്. ഇനി ചോദ്യം എന്താണെന്നറിയാവോ? ടൈൽ ഉള്ളതും ഇല്ലാത്തതുമായ തറയുടെ അനുപാതം. നമുക്കറിയാം ടൈൽ ഇല്ലാത്ത തറയുടെ ഏരിയ കണ്ടുപിടിക്കണ്ടേ. അതിന് 15ൽ നിന്ന് 2.5 കുറയ്ക്കണ്ടേ മക്കളെ. സോ 12.5 മീറ്റർ സ്ക്വയർ അല്ലേ ടൈൽ ഇല്ലാത്ത ഭാഗത്തെ ഏരിയ. ആകെ മുറിയുടെ ഏരിയ എത്രയാ? ആകെ മുറിയുടെ ഏരിയ 15 മീറ്റർ സ്ക്വയർ. ടൈൽ ഇട്ട ഭാഗത്തെ ഏരിയ എത്രയാ? 2.5 മീറ്റർ സ്ക്വയർ. അപ്പൊ ടൈൽ ഇടാത്ത ഭാഗത്തെ ഏരിയ എത്രയാ? 15 മീറ്റർ സ്ക്വയറിൽ നിന്ന് 2.5 മീറ്റർ സ്ക്വയർ കുറയ്ക്കുന്ന 12.5 മീറ്റർ സ്ക്വയർ. ഇനി ചോദ്യം, ടൈലുള്ള ഭാഗത്തെ ഏരിയയും ടൈൽ ഇല്ലാത്ത ഭാഗത്തെ ഏരിയയും തമ്മിലുള്ള റേഷ്യോ. അപ്പം 2.5യും 12.5യും തമ്മിലുള്ള റേഷ്യോ. രണ്ടിനെയും നമുക്ക് 2.5 വെച്ച് വെട്ടിക്കളയുവാണ്. ഇത് 1 തവണ, ഇത് 5 തവണ. ആൻസർ 1:5 എന്നാ കിട്ടുന്നേ. ഓപ്ഷൻ ഡി ആണ് കുഞ്ഞുങ്ങളെ കറക്റ്റ് ഉത്തരം. ഒന്നുകൂടെ ഞാൻ പറയട്ടെ. ഓക്കെ, അതായത് ഒരു മുറി, ആ മുറിയുടെ തറയുടെ ഏരിയ തന്നിട്ടുണ്ട്. അത് തറയുടെ അളവുകൾ തന്നിട്ടുണ്ട്. നീളം 7.5 മീറ്റർ ആണ്, വീതി 2 മീറ്റർ ആണ്. അപ്പൊ തറയുടെ ഏരിയ എന്ന് പറഞ്ഞാൽ ഈ അകത്തെ അളവല്ലേ മക്കളെ. തറയുടെ ഏരിയ 7.5 ഇൻറ്റു 2 15 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഇതാണ് തറയുടെ ഏരിയ എന്ന് പറഞ്ഞാൽ 15 മീറ്റർ സ്ക്വയർ. ഈ തറയുടെ മുഴുവൻ ഏരിയ ആണ് 15 മീറ്റർ സ്ക്വയർ.
ശരി, ഇനി പറഞ്ഞിട്ടുണ്ട് അതിൽ കുറെ ഭാഗത്ത് ടൈൽ ഇട്ടു. ടൈലിന് ഒരെണ്ണത്തിന് 1/16 മീറ്റർ സ്ക്വയർ ഉണ്ട്. അങ്ങനെ 40 ടൈൽ ഇട്ടെങ്കിൽ ടൈൽ ഇട്ട ഭാഗത്തെ ഏരിയ 1/16 × 40 2.5 മീറ്റർ സ്ക്വയർ ആണ്. അപ്പൊ ഇതാണ് ടൈൽ ഇട്ട ഭാഗത്തെ ഏരിയ അല്ലേ, അതാണ് 2.5. അപ്പൊ ടൈൽ ഇട്ട കുറെ ഭാഗമുണ്ട്, ടൈൽ ഇടാത്ത കുറെ ഭാഗമുണ്ട്. ടൈൽ ഇടാത്ത ഭാഗത്തെ ഏരിയ കാണാൻ ആകെ ഏരിയ എത്രയാ മക്കളെ? 15 മീറ്റർ സ്ക്വയർ. അതിൽ നിന്ന് ടൈൽ ഇട്ട ഭാഗത്തെ 2.5 ഏരിയ കുറച്ചാൽ ബാക്കിയല്ലേ ടൈൽ ഇടാത്ത ഭാഗത്തെ ഏരിയ, അത് 12.5. ചോദ്യം ടൈൽ ഇട്ട ഭാഗം അത് 2.5, ടൈൽ ഇടാത്ത ഭാഗം അത് 12.5. ഇവയുടെ റേഷ്യോയാണ്. അപ്പോൾ 1:5 എന്നാണ് ഉത്തരം കിട്ടുന്നത് കേട്ടോ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മുന്നോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 60 ഡിഗ്രി കോൺ ഉണ്ടാക്കുന്ന ഒരു പിസ്സ കഷ്ണത്തിന്റെ വിസ്തീർണം 77/3 ചതുരശ്ര സെന്റിമീറ്റർ സ്ക്വയർ ആയാൽ പിസ്സ കഷ്ണത്തിന്റെ ആരം എത്ര? മക്കളെ, ഈ പിസ്സ കഷ്ണം എന്ന് പറഞ്ഞാല് നമ്മൾ ഒരു വൃത്തം വരയ്ക്കുമ്പം, ഞാൻ വൃത്തം വരച്ചു, ഈ വൃത്തം വരച്ചു കഴിയുമ്പം നമ്മൾ അതിൽ കണ്ടോ ഇങ്ങനെ കാണുന്ന ഈ ഭാഗത്തെയാണ് നമ്മൾ ഈ സെക്ടർ എന്ന് പറയും. സെക്ടർ കണ്ടോ, ഈ ഭാഗം, ഇതിനെ നമ്മൾ സെക്ടർ എന്നാണ് പറയുന്നത്. ഇതാണ് പിസ്സ കഷ്ണത്തിന്റെ ഷേപ്പിലുള്ളത്. അപ്പൊ പിസ്സ കഷ്ണം എന്ന് പറഞ്ഞാൽ ഒരു സെക്ടർ ആണ്, വൃത്താംശം. ഓക്കെ, സെക്ടർ ആണ് കേട്ടോ. ഈ സെക്ടറിനെ കുറിച്ചാണ് ഇവർ പറഞ്ഞേക്കുന്നത്. ഇതിന്റെ കാര്യങ്ങളാണ് ഈ ചോദിച്ചത്. ഇങ്ങനെ ഒരു പിസ്സ കഷ്ണമുണ്ട്, ഇതിന്റെ ഏരിയ തന്നിട്ടുണ്ട്. 77/3 സെന്റിമീറ്റർ ആണ്, ചതുരശ്ര സെന്റിമീറ്റർ സ്ക്വയർ ആണ്, ചതുരശ്ര സെന്റിമീറ്റർ ആണ്. എങ്കിൽ ഈ പിസ്സ കഷ്ണത്തിന്റെ ആരം, ഇതാ മക്കളെ പിസ്സ കഷ്ണത്തിന്റെ ആരം, റേഡിയസ് എന്നത് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ ഞാനൊന്ന് വലുതായിട്ട് വരയ്ക്കാം. ഇതാണ് നമ്മുടെ പിസ്സ കഷ്ണം അല്ലെ. ഈ പിസ്സ കഷ്ണത്തിന്റെ കോൺ ആംഗിൾ തന്നിട്ടുണ്ട് മക്കളെ. ഇതാണ് ആംഗിൾ, ഇത് 60 ഡിഗ്രിയാണ്. ഇതാണ് അതിന്റെ റേഡിയസ്. ഇതിന്റെ അകത്തെ ഏരിയ, വിസ്തീർണം എന്ന് പറഞ്ഞാൽ 77/3 ചതുരശ്ര സെന്റിമീറ്റർ സ്ക്വയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒരു കാര്യം, നോട്ടായിട്ട് എഴുതി വെക്കുക. ഒരു സെക്ടറിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ πr² × θ/360 ആണ് കേട്ടോ. സെക്ടറിന്റെ ഏരിയ πr² × θ/360. ഈ വിലയാണ് അവർ തന്നേക്കുന്നത് 77/3. അതിൽ നിന്ന് റേഡിയസ് കണ്ടുപിടിക്കണം. ശരി, പൈയുടെ വില നമുക്കറിയാം 22/7 ആണോ, ഇൻറ്റു റേഡിയസ് കാണാനാണ്. അപ്പൊ r² അങ്ങനെ തന്നെ എഴുതി, ഇൻറ്റു θ60 ആണ് 360 ആണോ, ഈസ് ഈക്വൽ ടു 77/3 എന്ന് വരും അല്ലേ. നമുക്ക് ഈ 60ഉം 360ഉം വെട്ടിക്കളയാം, 6 തവണ എന്ന് വരും. നേരെ കിടക്കുന്ന വെട്ടിക്കളയാവേ, അതായത് 22ഉം 77ഉം നേരെയാണ്. 11 വെച്ച് ഇത് 2 തവണ, ഇത് 7 തവണ. അതുപോലെ നോക്കിക്കേ, ഈ 2ഉം ഈ 6ഉം വെട്ടിക്കളയാം, ഇത് 3 തവണ. യെസ്, ഈ 3ഉം നേരെ ആയതുകൊണ്ട് വെട്ടിക്കളയാം. സമത്തിന്റെ അപ്പുറം ഇപ്പുറം കിടക്കുന്നത് ഗുണിക്കാനാണ്. എല്ലാം നേരെ ആണെങ്കിൽ വെട്ടിച്ചെറുതാക്കാൻ പറ്റും കേട്ടോ. അപ്പം ഇത് വെട്ടിക്കളയാൻ പറ്റത്തില്ല, ഇത് r² 2 വെട്ടിക്കളയരുത്. ഓക്കെ, അപ്പൊ r² ഈസ് ഈക്വൽ ടു ഈ താഴെ കിടക്കുന്ന 7 മുകളിലേക്ക് പോകും, അവിടെ ഒരു 7 ഉണ്ട്, 7 49 എന്ന് വരും. അപ്പൊ റേഡിയസ് ഈക്വൽ ടു √49, അതായത് ഉത്തരം 7 എന്ന് കിട്ടും. സോ ഈ ചോദ്യത്തിന് ആൻസർ 7 ആണ്. ഓപ്ഷൻ സി ആണ് മക്കളെ കറക്റ്റ്. ഓക്കെ, ഇതങ്ങനെ ഒത്തിരി ചോദിക്കാറൊന്നുമില്ല, റെയർ ആയിട്ട് കണ്ടിട്ടേ ഉള്ളൂ. അപ്പൊ ഇതിനെ നമ്മൾ എന്തെന്ന് പറയും? പിസ്സ കഷ്ണത്തെ സെക്ടർ എന്ന് പറയും, വൃത്താംശം കേട്ടോ. അതിന്റെ ഏരിയയുടെ ഇക്വേഷൻ πr² × θ/360 ആണ്. തീറ്റ എന്ന് പറഞ്ഞാൽ അതിന്റെ കേന്ദ്രകോണാണ്. ഇവിടെ 60 ഡിഗ്രിയും തന്നിട്ടുണ്ട്, അതിന്റെ വിലയാണ് 77/3 തന്നിരിക്കുന്നത്. ഇനി വെട്ടിച്ചെറുതാക്കിയത് പറയാം. പൈയുടെ വില ഇവിടെ എഴുതി, r² ആണിത്, തീറ്റ 60 ആണെന്ന് അറിയാം, /360 = 77/3. 16 360 ആദ്യം വെട്ടി, 6 തവണയല്ലേ, 6 എന്ന് എഴുതി. ഓക്കെ, ഇനി ഞാൻ ചെയ്തത് 22ഉം 77ഉം വെട്ടിക്കളയാം. അങ്ങനെ വെട്ടിക്കളയാം, ഇത് നേരെ കിടക്കുന്നതല്ലേ മക്കളെ, നേരെ കിടക്കുന്ന സമത്തിന്റെ അപ്പുറം ഇപ്പുറം നേരെ കിടക്കുന്ന വെട്ടിക്കളയാം. ഇടയ്ക്കെല്ലാം ഗുണിക്കാനായിരിക്കണം എന്ന് മാത്രം. ഓക്കെ, അപ്പൊ ഇതും 11 വെച്ച് വെട്ടി, ഇത് 2 തവണ, ഇത് 7 തവണ. ഓക്കെ, ഈ 2ഉം മുമ്പേ എഴുതി 6 വെട്ടി 3 തവണ. ഇനി ഈ 3 വെട്ടിക്കളയാം, കാരണം നേരെ കിടക്കുന്നതല്ലേ, അത് താഴെ കിടക്കുന്നതല്ലേ 2ഉം, സമത്തിന്റെ അപ്പുറം ഇപ്പുറം നേരെ വെട്ടിക്കളയാം. ഓക്കെ, ഈ r² ഈ 2 വെട്ടരുത്, ഇത് r² 2 ആണ്. ഓക്കെ, ഇനി r² കാണാൻ വേണ്ടി ഈ 7 അങ്ങോട്ട് പോകും. അപ്പൊ 7 × 7 49 എന്ന് വരും. r = √49, 7 എന്ന് കിട്ടും. ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു ചതുരത്തിന്റെയും ചുറ്റളവ് 80 സെന്റിമീറ്റർ വീതമാണ്. അവയുടെ വിസ്തീർണങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 100 സെന്റിമീറ്റർ ആണെങ്കിൽ
ദീർഘചതുരത്തിന്റെ വശങ്ങൾ കണ്ടെത്തുക. ഓക്കെ, ഇതും കുറച്ച് വലിയ ചോദ്യമാണ്, ശ്രദ്ധിച്ച് കേട്ടോണം മക്കളെ. ഒരു ദീർഘചതുരം, അതായത് നമ്മുടെ ഭാഷയെ പറഞ്ഞ ചതുരം, ഒരു ചതുരവും ഉണ്ട്, അതുപോലെ ഒരു സമചതുരം സ്ക്വയറും ഉണ്ട്. ചതുരവും സമചതുരവും തമ്മിലുള്ള ചോദ്യമാണ്. ഓക്കെ, അപ്പം ഇവർ പറഞ്ഞിട്ടുണ്ട് ഒരു ചതുരവും ഉണ്ട്, അതുപോലെ ഒരു സമചതുരവും ഉണ്ട്. ചതുരത്തിന്റെ നീളം L, വീതി ബ്രെഡ്ത്ത് B. ഈ സമചതുരത്തിന്റെ എല്ലാ വശത്തിനും ഒരേ നീളമാണ്, എല്ലാ വശവും A ആണ്. ഓക്കെ, ഇനി പറഞ്ഞ ഒരു കാര്യം, രണ്ടിൻ്റെയും ചുറ്റളവ് സെയിം ആണ്. ഇതിന്റെ ചുറ്റളവ് പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 80 ആണ്, ഇതിൻ്റെയും ചുറ്റളവ് പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 80 ആണ്. ഓക്കെ ആണല്ലോ, രണ്ടിൻ്റെയും ചുറ്റളവ് സെയിം ആണ്. അപ്പം അവിടെ ഒരു നിയമമുണ്ട്, ഒരേ ചുറ്റളവുള്ള രൂപങ്ങളിൽ, പ്രത്യേകിച്ച് ഒരേ ചുറ്റളവുള്ള ചതുർഭുജങ്ങളിൽ, ചതുർഭുജങ്ങൾ എന്ന് പറഞ്ഞാൽ 4 വശങ്ങളുള്ള രൂപങ്ങൾ, ക്വാഡ്രിലാറ്ററൽസ്, ഒരേ ചുറ്റളവുള്ള ചതുർഭുജങ്ങളിൽ ഏറ്റവും കൂടുതൽ വിസ്തീർണമുള്ള രൂപം സമചതുരമാണ് എന്നൊരു നോട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നമുക്കത് ആവശ്യമുണ്ട്, ഞാൻ അതൊന്ന് നോട്ടായിട്ട് എഴുതി വെച്ചോ. ഒരേ ചുറ്റളവുള്ള ചതുർഭുജങ്ങളിൽ ഏറ്റവും കൂടുതൽ വിസ്തീർണം ഉൾക്കൊള്ളുന്ന രൂപം സമചതുരമാണ് എന്നൊരു നോട്ടുണ്ട്, ഓർത്തു വെക്കുക കേട്ടോ. അപ്പൊ ഈ രണ്ടെണ്ണത്തിൻ്റെയും ചുറ്റളവ് തുല്യമായത് കൊണ്ട് ഇതിൽ കൂടുതൽ വിസ്തീർണം വരുന്നത് ഏതിനായിരിക്കും? സമചതുരത്തിനായിരിക്കും. ഇതിൻ്റെ രണ്ടിൻ്റെയും ചുറ്റളവ് തുല്യമായതുകൊണ്ട് ഇതിൽ കൂടുതൽ വിസ്തീർണം വരുന്നത് സമചതുരത്തിനായിരിക്കും എന്ന കാര്യം ഓർത്തിരിക്കുക കേട്ടോ. ഒരേ ചുറ്റളവുള്ള രൂപങ്ങളിൽ കൂടുതൽ വിസ്തീർണം ഉൾക്കൊള്ളുന്ന രൂപം സമചതുരമാണ്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. രണ്ടിൻ്റെ ചുറ്റളവ് തുല്യമാണ്. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ കണ്ടുപിടിക്കാം. നമുക്കറിയാം സമചതുരത്തിന് 4 വശമല്ലേ, 4 വശത്തിൻ്റെയും കൂടെ നീളമല്ലേ ചുറ്റളവ്. അപ്പൊ ഇതിന്റെ ഒരു വശത്തിന്റെ നീളം 20 സെന്റിമീറ്റർ ആണ് എന്ന് കിട്ടില്ലേ മക്കളെ? ചുറ്റളവ് 80 ആണ്, ഒരു വശം 20 ആണ്. ഒരു വശം 20 ആണെങ്കിൽ ഇതിന്റെ വിസ്തീർണം 20ന്റെ സ്ക്വയർ, A² അല്ലേ വിസ്തീർണത്തിന്റെ ഇക്വേഷൻ. അതായത് 400 ആണ് നമ്മുടെ സമചതുരത്തിന്റെ വിസ്തീർണം എന്ന് കിട്ടില്ലേ? ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. സമചതുരത്തിന് ചുറ്റളവാണ് 80, അപ്പോൾ ഒരു വശം 20, ഒരു വശം 20 ആണെങ്കിൽ അതിന്റെ ഏരിയ A², 20ന്റെ സ്ക്വയർ 400 ആണ്. ഇത്ര ഓക്കെ ആണോ? ഇനി നമുക്കറിയാം ഈ ചതുരത്തിന്റെ കേസിൽ അതിന്റെ ചുറ്റളവിന്റെ ഇക്വേഷൻ 2 × L + B എന്നതാണ്. 2 × L + Bയുടെ വിലയാണ് ചുറ്റളവായിട്ടുള്ള 80. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം L + Bയുടെ വില എന്ന് പറഞ്ഞാൽ 80/2 40 ആണ്. L + B എന്ന് പറഞ്ഞാൽ 40 എന്നൊരു റിലേഷൻ കിട്ടും. അവിടെ നിൽക്കട്ടെ. ഇനി ഇതിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ L × B അല്ലേ മക്കളെ? ഇതിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 300 ആണെന്ന് കിട്ടും. 300 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. അതെങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ ചോദ്യത്തിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഇവയുടെ വിസ്തീർണങ്ങൾ തമ്മിലുള്ള വ്യത്യാസം അല്ലെ 100 ചതുരശ്ര സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. വിസ്തീർണങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, അതില് സമചതുരത്തിന്റെ വിസ്തീർണം 400 ആണെന്ന് കണ്ടുപിടിച്ചു. അതിൽ കുറവായിരിക്കും ചതുരത്തിന്. ഇവ തമ്മിൽ 100ന്റെ വ്യത്യാസമാണെങ്കിൽ ഈ ചതുരത്തിന്റെ വിസ്തീർണം എത്ര വരണം? 300 വരണം. അപ്പം L × Bയുടെ വിലയാണ്, L × Bയുടെ വിലയാണ് 300. അപ്പം L + B, L-ഉം B-യും കൂട്ടുമ്പോൾ 40-ഉം L-ഉം B-യും കൂടെ ഗുണിക്കുമ്പോൾ 300 കിട്ടും. അതിൽ നിന്ന് L-ഉം B-യും ഏതാണെന്ന് കണ്ടുപിടിക്കാം. നമുക്കറിയാം L എന്ന് പറഞ്ഞാൽ 30-ഉം B എന്ന് പറഞ്ഞാൽ 10-ഉം വന്നാൽ ഇവ തമ്മിൽ ഗുണിച്ചാൽ 300 വന്നോളും, ഇവ തമ്മിൽ കൂട്ടിയാൽ 40 വരും. അപ്പൊ അതിൽ നിന്ന് നീളവും വീതിയും 30-ഉം 10-ഉം ആണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇങ്ങനെയാണ് ഈ കണക്ക് ചെയ്യേണ്ടത്. കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വന്നാണ്, ചെയ്തെടുക്കാൻ പറ്റണം അല്ലേ? ഒന്നുകൂടെ ഞാൻ പറയട്ടെ മക്കളെ. അതായത് ഒരു ചതുരമുണ്ട്, ഒരു സമചതുരമുണ്ട്, രണ്ടിൻ്റെയും ചുറ്റളവ് സെയിമാണ്. അപ്പൊ തന്നെ ഒരു കാര്യം മനസ്സിലാക്കണം, അതിൽ വിസ്തീർണം കൂടുതൽ സമചതുരത്തിനായിരിക്കും ആണ്. ഇനി ഇവയുടെ വിസ്തീർണങ്ങൾ വ്യത്യാസം 100 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ചുറ്റളവ് സെയിം ആയതുകൊണ്ട് ചതുരത്തിന്റെ ഒരു വശം കണ്ടുപിടിക്കാം. ചുറ്റളവ് 80 അല്ലേ, അപ്പോൾ ഒരു വശം 20 ആണല്ലോ. ഒരു വശം 20 ആണെങ്കിൽ അതിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ A², 20ന്റെ സ്ക്വയർ 400. അപ്പൊ ഇതിന്റെ ഏരിയ 400 ആണെങ്കിൽ ഇതിന്റെ ഏരിയ 300 ആയിരിക്കും. കാരണം സമചതുരത്തെക്കാൾ ഏരിയ കുറവായിരിക്കും ചതുരത്തിന്. ഇനി 100 ആണ് ഏരിയയുടെ വ്യത്യാസം ചോദ്യത്തിലുണ്ട്. അപ്പം ഈ ചതുരത്തിന്റെ ഏരിയ 300 എന്ന് കിട്ടും. ചതുരത്തിന്റെ ചുറ്റളവ് 80-ഉം ഏരിയ 300-ഉം. അപ്പൊ 2 × L + B ആണ് 80, അതിൽ നിന്ന് L + Bയുടെ വില 40 എന്ന് കിട്ടും. ഇനി L × B ആണ് ഏരിയ, അത് 300 എന്ന് കിട്ടും. രണ്ട് സംഖ്യകൾ കൂട്ടുമ്പോൾ 40 കിട്ടണം, രണ്ട് സംഖ്യകൾ ഗുണിക്കുമ്പോൾ 300 കിട്ടണം. അപ്പൊ ആ സംഖ്യകൾ 30-ഉം 10-ഉം ആണെന്ന് മനസ്സിലാക്കാം. 30-ഉം 10-ഉം ഗുണിച്ചാൽ 300, 30-ഉം 10-ഉം കൂട്ടിയാൽ നമുക്ക് 40 കിട്ടുകയും ചെയ്യും. സോ ആൻസർ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം.
ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു ചതുരത്തിന്റെ നീളം 10 സെന്റിമീറ്ററും വീതി 8 സെന്റിമീറ്ററും ആയാൽ വിസ്തീർണം. സിമ്പിൾ ചോദ്യം അല്ലേ? സോ ഏരിയ ഈസ് ഈക്വൽ ടു ചതുരമല്ലേ, എൽ ഇൻറ്റു ബി, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ ഇക്വേഷൻ. സോ ലെങ്ത് 10, ബ്രെഡ്ത്ത് 8, ആൻസർ 80 ചതുരശ്ര സെന്റിമീറ്റർ, സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. 80 സെന്റിമീറ്റർ സ്ക്വയർ. കണ്ടോ? ക്ലിയർ ആണല്ലോ മക്കളെ? എളുപ്പമുള്ള ചോദ്യമായിരുന്നു അല്ലേ? ഇന്നത്തെ ഏറ്റവും എളുപ്പമുള്ള ചോദ്യം. ശരി, അപ്പൊ ഇന്നത്തെ 6 ചോദ്യങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു, കുറച്ച് പുതിയ കൺസെപ്റ്റുകൾ ഉണ്ടായിരുന്നു. അതൊന്ന് വൃത്തിയായിട്ട് എഴുതി വെച്ച് പഠിച്ചോണം. അതിൽ നമ്മൾ പ്രധാനമായിട്ട് പറഞ്ഞ 1-2 കൺസെപ്റ്റ് മറക്കരുതേ. അതായത് ഒരു ത്രികോണത്തിന്റെ ഓരോ വശവും മറ്റ് 2 വശങ്ങളുടെ വ്യത്യാസത്തെക്കാൾ കൂടുതലും തുകയേക്കാൾ കുറവുമായിരിക്കും. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോണം. പിന്നെ പിസ കഷ്ണം എന്ന് പറഞ്ഞാൽ സെക്ടർ ആണ്. സെക്ടറിന്റെ ഏരിയ πr² ഇൻറ്റു θ/360 ആണ്. പിന്നെ പറഞ്ഞൊരു പോയിന്റ്, ഒരേ ചുറ്റളവുള്ള ചതുർഭുജങ്ങളിൽ ഏറ്റവും കൂടുതൽ വിസ്തീർണം ഉൾക്കൊള്ളുന്ന രൂപം സമചതുരമാണ്. എന്നാൽ ഒരേ ചുറ്റളവുള്ള എല്ലാ രൂപങ്ങളിലും വെച്ച് ഏറ്റവും കൂടുതൽ വിസ്തീർണം ഉൾക്കൊള്ളുന്ന രൂപം വൃത്തമാണ്. അതും പലപ്പോഴും എക്സാമിൽ കണ്ടിട്ടുണ്ട്. ഒരേ ചുറ്റളവുള്ള രൂപങ്ങളിൽ, അവിടെ ചതുർഭുജങ്ങൾ എന്ന് എടുത്തു പറയുന്നില്ല, ഒരേ ചുറ്റളവുള്ള രൂപങ്ങളിൽ ഏത് രൂപം വരാം, ഏറ്റവും കൂടുതൽ വിസ്തീർണം ഉൾക്കൊള്ളാൻ കഴിയുന്നത് വൃത്തത്തിനാണ്. എന്നാൽ ഒരേ ചുറ്റളവുള്ള ചതുർഭുജങ്ങളിൽ ഏറ്റവും കൂടുതൽ വിസ്തീർണം ഉൾക്കൊള്ളാൻ കഴിയുന്നത് സമചതുരത്തിനാണ്. ചതുർഭുജം എന്ന് പറഞ്ഞാൽ 4 വശങ്ങളുള്ള രൂപങ്ങൾ, ക്വാഡ്രിലാറ്ററൽസ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ കാര്യങ്ങൾ ക്ലിയർ അല്ലേ? അപ്പൊ ശരി, ടാറ്റാ.